സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചതടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ കൊണ്ടുവന്നേക്കും. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം സഭയിൽ എത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? വിജയ്, ഇന്ന് നിയമസഭയിൽ സ്ത്രീകൾക്കെതിരായ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയമായി ഉയർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രതിപക്ഷം ഇന്ന് വിഷയം ഉയർത്തുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചതും കാലടിയിൽ മുൻ SFI നേതാവ് പെൺകുട്ടികളെ മോർഫ് ചെയ്ത ചിത്രം അശ്ലീല സൈറ്റുകൾ പ്രചരിപ്പിച്ചതും അടക്കമുള്ള വിവിധ തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും ഇന്ന് മുൻനിർത്തി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകും. ഏതായാലും ഇന്ന് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കേറ്റതിന് ശേഷമുള്ള ക്ഷേമ പെൻഷന്റെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും മുടങ്ങിയതും അതുമായി ബന്ധപ്പെട്ട കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും സഭയിൽ ഇന്ന് ശ്രദ്ധേയമാകുന്ന കാര്യങ്ങൾ. അതായത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകും. കുടിശ്ശിക നൽകാവുന്ന കാര്യങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി വിശദീകരിക്കും. അതോടൊപ്പം ഇന്ന് സ്ത്രീ സുരക്ഷയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് നിയമസഭയിൽ പ്രധാന ചർച്ചയാവുക. ഇത്തരത്തിലുള്ള അടിയന്തര വിഷയങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും നിയമസഭയിൽ ഉണ്ടാവുക. അതിനുശേഷം നാളെ കൂടെയാണ് നിയമസഭ ചേരുന്നത്. അതോടൊപ്പം ധനാഭ്യർത്ഥനകൾക്കുള്ള വിവിധ ബില്ലുകളും ഇന്ന് പാസ്സാക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിയമസഭയുടെ ഒരു പട്ടികയിലുള്ളത്. ശരി വിഷ്ണു, നിയമസഭാ നടപടികളിലേക്ക് അല്പസമയത്തിനകം നമുക്ക് പോകാനും കഴിയും.